ഈ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഈ ഒരു മെയ് 31 വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മെയ് 31 നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റിങ്ങുകൾ ചെയ്ത്, അതായത് എഡിറ്റുകൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെയ് 31 വൈകുന്നേരം 5 മണിക്കകം നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിയ ശേഷം നിങ്ങൾക്ക് അപേക്ഷ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യം, അതായത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ SSLC റീവാലുവേഷൻ മാർക്ക്, അതായത് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് വിദ്യാർത്ഥികൾ നൽകിയിട്ട് അപേക്ഷ തിരുത്തി ആ ഒരു അപേക്ഷ പൂർത്തിയാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കറക്റ്റാണ്, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ നിങ്ങളുടെ കാസ്റ്റ്, അതായത് ജാതി, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയ കാറ്റഗറി കറക്റ്റാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കീം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നൽകിയത് കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ, അതുപോലെ അപേക്ഷയുടെ കാറ്റഗറി മുതലായ അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതിരുന്നാൽ ക്യാൻസൽ ചെയ്യുന്നതും നിങ്ങളുടെ പ്രവേശന അവസരം നിഷേധിക്കുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയ് 31 വൈകുന്നേരം 5 മണി വരെ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ യൂസർ നെയിമായിട്ടുള്ള ആ ഒരു യൂസർ നെയിമും അതുപോലെ പാസ്വേഡും ഇവിടെയുള്ള ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഓപ്ഷൻ ചോദിക്കേണ്ടത്, അതായത് ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആർ യു രജിസ്റ്ററിങ് ഫോർ ദ ഫസ്റ്റ് ഇയർ HSC വൊക്കേഷണൽ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് എന്ന് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുമുള്ള അതായത് ആ ഒരു അവസരം ഈ ഒരു 3 ദിവസമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ അവസാന ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യാതെ അപേക്ഷ നേരത്തെ തന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ, അതായത് നിലവിലിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ അതായത് കൊടുത്തിട്ടില്ല, അതായത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ രജിസ്ട്രേഷൻ ഫോർ അഡ്മിഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ്റെ ലിങ്ക് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ആ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.